ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ നമ്മൾ ആശ്രമ മൈതാനത്തിൽ മറ്റേ അണ്ടർ വാട്ടർ ഗ്ലാസ് ടണലിനകത്തുള്ള അക്വേറിയം ഉണ്ടല്ലോ, അത് കാണാനായിട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണത്. ഒരാൾക്ക് 150 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് പോയത്. കുഞ്ഞു പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും റേറ്റിന് ഞാൻ ടിക്കറ്റ് എടുത്ത് എന്തെങ്കിലും കാണാനായിട്ട് കയറുന്നത്. പിന്നെ ഈ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റെപ്പ് ചിലതൊക്കെ ഹൈറ്റ് കൂടുതലും തിരിച്ചിറങ്ങുമ്പോഴൊക്കെ ഹൈറ്റ് കൂടുതലായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മളകത്ത് കയറുമ്പോൾ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ആഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ഡോഗിൻ്റെ രീതിക്കുള്ള റോബോട്ട്. ഇത് അവരുടെ കയ്യിൽ റിമോട്ട് ഉണ്ടെന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ ഈ സംഭവം നമ്മൾ മറ്റേ ഒരു കോടിയിൽ കാണുമല്ലോ, അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നത്, ആ സംഭവം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു റോബോട്ടിക് ഇങ്ങനെ വരയ്ക്കുന്നൊരു സംഭവമാണ് കണ്ടത് കേട്ടോ. പക്ഷേ ഇത് ആളുകളുടെ ഫോട്ടോ ലൈൻ സ്കെച്ചായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരയ്ക്കും, ഇല്ലെങ്കിൽ അത് പാടാണെന്ന് പറഞ്ഞു കേട്ടോ, ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിള്ളേർക്ക് ഇങ്ങനെ കുറേ നേരം അതിങ്ങനെ അടുക്കി വെച്ച് കളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ, കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് ആക്കി. അപ്പോൾ മോൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അവനെ കുറച്ച് നേരം അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ സംഭവം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ, അങ്ങനെ ഒരു റിംഗ് ലൈറ്റ് വെച്ച് നമുക്ക് ചുറ്റും കറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്ന സംഭവം അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനകത്ത് ഒരു പയ്യൻ, അവനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോന് ഭയങ്കര ഇഷ്ടമായി. അവൻ കിടക്കുന്നതിൻ്റെ ആ ഒരു ടാങ്കിനകത്ത് തന്നെ വേറെ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കൊള്ളായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമായിരുന്നു. അവനായിട്ട് കളിക്കുമായിരുന്നു കേട്ടോ. അവനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പരസ്യത്തിൽ കാണുന്ന പോലെ തന്നെ മത്സ്യകന്യകയുടെ സെക്ഷനായിരുന്നു കേട്ടോ. പാട്ടിട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന മത്സ്യകന്യയായിരുന്നു. പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ബ്രീത്ത് കിട്ടാനായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. ഓരോരുത്തർ വെറൈറ്റി ഡ്രസ്സായിട്ട് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു, സ്വിം ചെയ്യുന്നു, എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടുത്തിവിടെ ഒരാൾ ആകാംക്ഷയോട് നോക്കുന്നുണ്ട്. ഇത് മുകളിലേക്ക് ശ്വാസം എടുക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അവൻ അറിയത്തില്ലല്ലോ. അവനിങ്ങനെ താഴെ ഇരുന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഫിഷിൻ്റെ സെക്ഷനാണ് ഫുള്ള്. ഇനി കുറേ നേരം ഫിഷിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ സൈഡിൽ ഗ്ലാസ്സിൽ ഫിഷ് ഇട്ടേക്കും. കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിനകത്തുകൂടി നമ്മളിങ്ങനെ പോകുന്ന ഒരു സെക്ഷനും ഉണ്ട് കേട്ടോ. അതാണ് ഇനി അങ്ങോട്ടുള്ളത്. പിന്നെ മീനുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ.
അങ്ങനെ ഫിഷിൻ്റെ സെക്ഷനിൽ ലാസ്റ്റ് വന്നതാണ് കേട്ടോ അത് ഈ ഒരു സംഭവം, പൂച്ച കിടക്കുന്നത്. അപ്പം ഈ പൂച്ചയ്ക്ക് ചുറ്റുമുള്ള ഗ്ലാസ് ഒരു 2 ലെയർ, അതിനകത്താണ് കേട്ടോ ഫിഷ്. അത് ഞാൻ കുറേ നേരം നോക്കിയപ്പോഴത്തേക്കും എനിക്കത് മനസ്സിലായി, അല്ലാണ്ട് അറിയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബെഡും കട്ടിലൊക്കെ വരുന്ന കോമ്പോ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞത് ഇവിടെ നിന്ന് ഒരു പായസം വാങ്ങി കുടിച്ചു. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത പായസമാണ്. ഭയങ്കര നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കൊള്ളായിരുന്നു എന്നേ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ റൈഡിൽ കയറണം എന്നുള്ളവർ റൈഡിൽ കയറാം, എൻജോയ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് കാശുണ്ട്, ഓരോ റൈഡിനും സെപ്പറേറ്റ് കാശുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാ കാഴ്ചകളും കണ്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.